അംബുജം വിമല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സരിത ഒരു സംശയം, 41 ദിവസം നാമം ജപം കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് നാരായണനാമം മാത്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയതാണല്ലോ, 41 ദിവസമാണ് മണ്ഡലകാലം ഉള്ളത്. ഇപ്പം ഈ 41 ദിവസവും മുടങ്ങാതെ നാരായണനാമം ജപിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. സാധിക്കുന്നവരൊക്കെ സാധിക്കുന്ന പോലെ ഈ നാമജപം ഒന്ന് കൗണ്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ 41ാമത്തെ ദിവസത്തെ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് നാരായണ നാമം ആണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നാമം ചൊല്ലാം, എന്നാലും കൗണ്ട് ചെയ്യുമ്പോൾ നാരായണ നാമം കൗണ്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഒരു ശുദ്ധാശുദ്ധവും നോക്കാതെ തന്നെ നമുക്ക് ഈ നാരായണനാമം എപ്പോഴും ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് നാരായണനാമം തന്നെ കൗണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞത് കേട്ടോ. കൗണ്ട് ചെയ്തിട്ട് 41ാമത്തെ ദിവസത്തെ ഫുൾ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി എത്ര നാമം ഗുരുവായൂരപ്പന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊന്നും അറിയാലോ. നാമം ജപം കൗണ്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട് കേട്ടോ. ഒട്ടും നിർബന്ധമില്ല. പിന്നെ എന്തിനാണ് കൗണ്ട് ചെയ്യണേ ചോദിച്ചാൽ, നമുക്കൊരു ഇത്തിരി കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ കൗണ്ട് ചെയ്തോളൂ.